നമസ്കാരം. ഇപ്പോൾ പ്രത്യേകിച്ച് യുവാക്കൾക്ക് അവർക്ക് ആശിക്കാൻ പറ്റിയ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. വിദേശത്തൊരു ജോലിയും സ്വസ്ഥവും സന്തോഷവുമായി ഒരു കുടുംബജീവിതവും സ്വപ്നം കാണാത്ത മലയാളികൾ ഉണ്ടാകില്ല, അല്ലേ? പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. UK, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇതിനായി ചേക്കേറുന്ന മലയാളികളുടെ എണ്ണം ചില്ലറയല്ല. അങ്ങനെ ആ രാജ്യങ്ങളിലെ പോലെ തന്നെ മലയാളികൾ എന്നും ഉറ്റുനോക്കുന്ന ഒന്നാണ് കങ്കാരുവിൻ്റെ നാടെന്നറിയപ്പെടുന്ന ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ ഒരു ജോലി ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കടമ്പകൾ ഇതിനായി കടക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ ജോലി സ്വപ്നം കാണുന്ന മലയാളികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ ഇടക്കാല സ്വതന്ത്ര വ്യാപാര കരാറിന് കീഴിലുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ഓസ്ട്രേലിയ ഈ വരുന്ന ഒക്ടോബർ 1 മുതൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഓരോ വർഷവും 1000 പേർക്ക് വരെ തൊഴിൽ അവധിക്കാല വിസകൾ വാഗ്ദാനം ചെയ്യും. ഓസ്ട്രേലിയയുടെ ഈ നീക്കത്തെ പ്രശംസിച്ച് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ രംഗത്തെത്തി. ഈ നീക്കം ചലനാത്മകത സുഗമമാക്കുകയും ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 3 ദിവസത്തെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വന്നത്. 2022 ഡിസംബർ മുതൽ ഇന്ത്യ ഓസ്ട്രേലിയ സാമ്പത്തിക സഹകരണവും വ്യാപാര കരാറും നിലവിൽ വന്നിരുന്നു. പുതിയ കരാറിലൂടെ ലഭിക്കുന്ന വിസ പദ്ധതിയിൽ 18 മുതൽ 30 വയസ്സുവരെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് യുവാക്കൾക്ക് ഓസ്ട്രേലിയയിൽ ഉടനീളം ജോലി ചെയ്യാനും പഠിക്കാനും യാത്ര ചെയ്യാനും 1 വർഷത്തെ വിസയ്ക്ക് അപേക്ഷിക്കാം. ഓരോ വർഷവും 1000 വിസകളാണ് ഓസ്ട്രേലിയ അനുവദിക്കുന്നത്. 12 മാസത്തെ കാലാവധി ഉണ്ടാകും. എല്ലാ യോഗ്യതയുമുള്ള ഇന്ത്യക്കാർക്ക്, ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക്, വിദ്യാഭ്യാസ സമ്പന്നർക്ക് ആ വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതേസമയം നിലവിലുള്ള വ്യാപാര കരാറിന്റെ വ്യാപ്തി ഒരു സമഗ്ര സാമ്പത്തിക സഹകരണ ഉടമ്പടിയിലേക്ക് വിപുലീകരിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തുന്നുണ്ട്. 2030 1000, അതായത് 2030 ഏതാണ്ട് 100-നും 1000-നും ഇടയ്ക്ക് ബില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം കൈവരിക്കുക, ബഹുമുഖ മറ്റ് പ്രാദേശിക ഫോറങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രത്യേകിച്ച് യുവാക്കൾക്ക് ആശാവഹമായ ഒരു വാർത്തയാണിത്. ദിവസവും ഒട്ടേറെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരാണ് വിസയ്ക്കായി മൊത്തക്കച്ചവട ഏജന്റുമാരുടെ അടുത്ത് കയറി ഇറങ്ങുന്നത്. ഓരോരുത്തരും അങ്ങ് കട തുറന്നു വെച്ചിരിക്കുകയല്ലേ. ഏത് വിസ വേണേലും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന ഈ ഏജന്റുമാരുടെ ചതിയിൽ പെടുന്നത് പാവങ്ങളായിരിക്കും, ഒരുപാട് പാവങ്ങൾ. പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യവും കൊടുത്ത് ചെറുപ്പക്കാരെ പറ്റിക്കുന്ന ഏജന്റുമാർ കോടികളാണ് കൊയ്യുന്നത്. ഇതൊന്നും ഇവിടുത്തെ സർക്കാർ കാണുന്നില്ല. ഇതൊക്കെ കാണാൻ പറ്റാതെ അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു പരാതി കിട്ടിയാൽ പോലും കൃത്യമായി അന്വേഷിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നില്ല. ഓരോരുത്തരൊക്കെ അങ്ങ് ആളുകളെ വലവീശി പിടിക്കുക. ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നുണ്ടല്ലേ, ഫെസ്റ്റ് നടത്തുന്നു. വിദേശങ്ങളിൽ പോയി പഠിക്കാൻ, തൊഴിൽ ചെയ്യാൻ യുവാക്കളെ വിളിച്ചുകൊണ്ടുള്ളൊരു ഫെസ്റ്റ് നടത്തുന്നു എന്നാണ് ഇന്ന് രാവിലെ ഒരു പത്രത്തിൽ വായിച്ചത്. ഇങ്ങനെ ആളുകളെ ആകർഷിക്കാൻ ഒരുപാട് പരസ്യങ്ങൾ വലിയ പ്രചാരമുള്ള പത്രങ്ങളിൽ നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന പത്രങ്ങളുടെ ഫുൾ പേജാണ്. അവരോട് ചേർന്ന് നടത്തുന്നതാണ് പല പരസ്യങ്ങളും കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. 1000 പേര് ചെല്ലുമ്പോൾ അതിനകത്ത് ചിലപ്പം 5-10 പേർക്ക് പോകാൻ സാധിക്കും. അതും ഇവരൊക്കെ ചെന്നാലോ അവിടെല്ലാം നല്ല യൂണിവേഴ്സിറ്റിയിലല്ല പോകുന്നത്. അതൊക്കെ അവിടെ ചെന്ന് കാണണം, എങ്കിലേ അത് അറിയത്തുള്ളൂ. നല്ല യൂണിവേഴ്സിറ്റിയിലേക്കല്ല ഇവർ വിടുന്നത്. അവിടുത്തെ തൊക്കട യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ കാശും മേടിച്ചിട്ട് അവരെ അവിടെ എത്തിക്കും. പാവത്തങ്ങൾ അവിടെ കിടന്ന് വലയും. നല്ല യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയാലും ഒക്കെ അവർക്ക് അവരുടെ ജീവിതം അവിടെ സേഫ് ആവും. ഇതല്ല ചെയ്യുന്നത്. ഏത് രീതിയിലും ഒരു അറിയാൻ വേണ്ടി അവിടെ ചെന്നാൽ, ഒരു അഡ്മിഷനെ കുറിച്ച് അറിയാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവനെ ഒരു 100 പ്രാവശ്യം അവന്റെ ഫോൺ നമ്പർ മേടിച്ചു വെച്ചിട്ട് അവന് മെസ്സേജ് അയക്കുകയും അവനെ വിളിക്കുകയും ഒരു 100 പ്രാവശ്യം വിളിച്ച് അവനെ ഈ വലയിൽ വീഴ്ത്തും. അതാണ് ഈ
ഏജന്റുമാരൊക്കെ ചെയ്യുന്നത്. തുറന്നു വെച്ചേക്കുക, അങ്ങ് കടയും തുറന്ന് വരട്ടെ 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 ആളുകളെ പറ്റിക്കാൻ. ഈ പറ്റിക്കുന്നത് ഇവിടുത്തെ സർക്കാർ കാണുന്നില്ല. പോലീസിൽ ഒരു പരാതി കൊണ്ട് ചെന്നാലും പോലീസ് ആദ്യം അവൻ്റെ മേടിച്ചിട്ടായിരിക്കും ഈ പരാതിക്കാരനെ പറഞ്ഞു വിടുന്നത്. പാവം കയറി ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നല്ലാതെ ഒരു നടപടി ഉണ്ടാവില്ല. ഇതാണ് സ്ഥിതി. അപ്പം ഏതായാലും ഇതിന് നിങ്ങൾ ഒരു ഏജന്റുമാരുടെ അടുത്തും പോകണ്ട. ഈ വിസയ്ക്ക് നിങ്ങൾ കൃത്യമായി സൈറ്റിൽ നോക്കിയാൽ മതി, വെബ്സൈറ്റിൽ നോക്കിയാൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കിട്ടും. അപ്ലൈ ചെയ്യാൻ കിട്ടും.